Present, sir. Aparna. Aparna. Okay. Archida. Archida absent. Arun PK. Arun PK ഇല്ല. അശ്വിത. ചന്ദ്രലേഖ. ഗോപിക. ഗോപിക ഇല്ല. ഹർഷ. Present, sir. ഹിഫ്സു. ജസീം. പാർവതി. രോഹിത്. വൈഷ്ണവി. അശ്വിൻ. ദീപ്തി. ഇനി ഏതെങ്കിലും സപ്ലൈ എക്സാം ഉണ്ടോ? ഹരിത. സനില. ശിശിര. ശിശിരയില്ല. സൗമ്യ. Present, sir. പിന്നെ അർച്ചിത, അരുൺ പി കെ, ഗോപിക, ഹിപ്സു, ജസീം, വൈഷ്ണവി, ദീപ്തി, ശിശിര. ഓക്കെ, ഇന്ന് ഏതെങ്കിലും എക്സാം ഉണ്ടോ നിങ്ങൾക്ക്? മാത്സിന്റെ മാറ്റിവെച്ച എക്സാം ഇന്നാ തോന്നുന്നു സർ. ഇന്ന് ആഫ്റ്റർനൂൺ ആക്കാം. ഓക്കെ ഓക്കെ. We will continue the class. So the next one is capacitive proximity sensor. Okay. So it is also used to detect presence of object. Okay. Inductive proximity sensor യൂസ് ചെയ്തത് മെറ്റൽ ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യാനാണെങ്കിൽ കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് നോൺ മെറ്റൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. സോ എ കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ കൺസിസ്റ്റ് ഓഫ് ആൻ കപ്പാസിറ്റർ ആൻഡ് ആൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ദാറ്റ് ഫോംസ് ആൻ ആസ് RC ഓസിലേറ്റർ. Okay. And an electric field is generated between anode and cathode of capacitor. A stray field forms at the front of sensor. If an object is introduced into this stray field, capacitance of the capacitor changes, oscillator is attenuated, circuitry switches the output. Okay, directly നമുക്ക് തിയറിയിലേക്ക് പോവാം. So capacitive proximity sensorൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ we have three part. One is oscillator. So in the case of capacitive proximity sensor, oscillator circuit is actually RC oscillator. ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും ഉള്ള ഓസിലേറ്റർ ആണ് RC oscillator. So what it will do means it will produce an electric field. ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ത് ചെയ്യുക, ഈ RC ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുക. രണ്ട് പ്ലേറ്റിന്റെ നടുവിൽ, കപ്പാസിറ്റർ പ്ലേറ്റിന്റെ നടുവിൽ ഒരു electric field produce ചെയ്യും. Okay, then we have a flip flop and an amplifier. Okay, so when an object comes to, okay, ഇത് രണ്ടും നേരത്തെ പറഞ്ഞതുപോലെ നോൺ മെറ്റൽ മാത്രമല്ല, മെറ്റലും നോൺ മെറ്റലും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ. ഓക്കെ, ഇപ്പം മെറ്റൽ ഒബ്ജക്റ്റ് ആയാലും നോൺ മെറ്റൽ ഒബ്ജക്റ്റ് ആയാലും if it comes closer to this electric field, there will be a change in the electric field. Metal object ആയാലും നോൺ മെറ്റൽ ഒബ്ജക്റ്റ് ആയാലും എന്ത് ചെയ്യണം, ഈ ഒബ്ജക്റ്റ് അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് there will be a change in this electric field. ഏത് ഇലക്ട്രിക് ഫീൽഡിനാ? ഈ രണ്ട് കപ്പാസിറ്ററിന്റെ രണ്ട് പ്ലേറ്റിനും ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചേഞ്ച് ഉണ്ടാവും.
സോ വെൻ ഇറ്റ് അറ്റുനിയേറ്റ്സ്, വെൻ ദ ഓസിലേറ്റർ അറ്റുനിയേറ്റ്സ്, ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരും അല്ലേ, ഔട്ട്പുട്ടിൽ മാഗ്നിറ്റ്യൂഡ് അതിന്റെ കറണ്ട് ഫ്ലോയിൽ അറ്റുനിയേഷൻ ഉണ്ടാവും, അതായത് മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരും. സോ വെൻ ദ ഔട്ട്പുട്ട് ഓഫ് ഓസിലേറ്റർ, when the current in the oscillator reduces to 0, that is detected by a flip-flop. ഫ്ലിപ്പ്-ഫ്ലോപ്പിൽ എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്യും, അതായത് ലോന്ന് ഹൈയിലേക്ക് മാറും, അഗൈൻ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് തരും. ഓക്കെ, അപ്പം കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, രണ്ടും മെറ്റൽ ആയാലും നോൺ മെറ്റൽ ആയാലും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ അവിടെ ഡിഫറൻസ് എന്താണ്? നേരത്തെ പറഞ്ഞ ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിന്റെ അതേ വർക്കിംഗ്, അവിടെ ഒരു ഇൻഡക്റ്റീവ് കോയിലാണ് അതിന്റെ എൻഡിൽ ഉണ്ടായത്, ഇതിന് പകരം കപ്പാസിറ്റീവ് പ്ലേറ്റ് ആണ് ഉള്ളത്. ഇതിന്റെ അടുത്തേക്ക് മെറ്റൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡിറ്റക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ വർക്ക് ചെയ്യുന്നത്. സോ കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് നോട്ട് ഓൺലി റിയാക്ട് ടു ഹൈ conducting material such as metal, but also to insulator of high electric strength such as plastic, glass, ceramic, fluid or wood. ഇപ്പം എൻ്റെ ഒരു ഡൗട്ടാണ്, എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് നമുക്കിപ്പം മെറ്റൽ ഡിറ്റക്ട് ചെയ്യാൻ ഒരു സെൻസർ ഉണ്ട്. We have an inductive proximity sensor to detect metal object, and then we have a capacitive proximity sensor to detect metal and non-metal object. Now if I want to detect only non-metal object, എന്താ ചെയ്യാം നമ്മൾ? നമുക്ക് നോൺ മെറ്റൽ ഒബ്ജക്റ്റ് മാത്രമേ നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ എന്താ ചെയ്യാം? ആരെങ്കിലും പറഞ്ഞു തരുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതായത് മെറ്റൽ ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ ഉണ്ട്, മെറ്റലും നോൺ മെറ്റൽ ഒബ്ജക്റ്റും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ ഉണ്ട്. അപ്പോൾ നമുക്ക് അല്ല, ഈ രണ്ട് കോമ്പിനേഷൻ, ഈ രണ്ട് സെൻസറും യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അഭിജിത്തെ? ഞാൻ അത് കൂടുതൽ തിയറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചോദ്യം ചോദിച്ചത്. ഈ ഇൻഡക്റ്റീവ് സെൻസറും കപ്പാസിറ്റീവ് സെൻസറും മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ? ആദ്യം കപ്പാസിറ്റീവ് സെൻസർ ഉപയോഗിച്ചിട്ട് രണ്ടും സെൻസ് ചെയ്യാം, എന്നിട്ട് ഇൻഡക്റ്റീവ് സെൻസർ ഉപയോഗിച്ചാൽ പോരെ. അപ്പൊ അതിനകത്ത് നമുക്ക് എന്ത് മാത്രം കിട്ടും? മെറ്റൽ മാത്രം കിട്ടും. അപ്പോൾ അതിൽ എന്താണ് ഡിറ്റക്ട് ചെയ്യാത്തത്? അതെന്തായിരിക്കും? നോൺ മെറ്റൽ ആയിരിക്കും അല്ലേ? ഓക്കെ. സോ ഒരു ഡയഗ്രാം വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറിന്റെ ഡയഗ്രാം. സോ RC ഓസിലേറ്റർ ഉണ്ട്, ഇവിടെയുള്ളത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്, സിഗ്നൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ആംപ്ലിഫയർ ആണ്. ഇവിടെയാണ് സെൻസർ ഇലക്ട്രോഡ് അല്ലെങ്കിൽ പ്ലേറ്റ് ഉള്ളത്, ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ജസ്റ്റ് ഒരു കവറിങ്, ഒരു ഷീൽഡ് പോലെ, അതായത് മോയ്സ്ചറും മറ്റു കാര്യങ്ങളും ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ഒരു ഷീൽഡും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഇതിന്റെ പുറത്തേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയാണ് അതിന്റെ ഓവറോൾ ഒരു സെൻസർ കാണാനുണ്ടാവുക. അപ്പം ഇത് ഈ സ്ക്രൂസ് നട്ടും ബോൾട്ടൊക്കെ വെച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. ഓക്കെ, അതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസർ. ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത് ലൈറ്റ് ഉപയോഗിച്ച് ഒബ്ജക്റ്റിന്റെ പ്രസൻസ് സെൻസ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസർ. So optical proximity sensors uses optical and electronic means for detect object detection. Red or infrared is used. Okay, semiconductor light emitting diodes, LEDs, are particularly reliable source of red or infrared light. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലൈറ്റ് വെച്ചിട്ടാണ് ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസർ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. So it is working based on light. Okay, we are using red and infrared light. Okay, റെഡോ അല്ലെങ്കിൽ ഇൻഫ്രാറെഡോ. ഇൻഫ്രാറെഡ് ആകുമ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, റെഡ് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും.
ഓക്കെ, അത്രയും ഷാർപ്പായിരിക്കണം ആ ലൈറ്റ് എന്ന് പറയുന്നത്. കാരണം അത് പോകുന്ന വഴിക്ക് സ്പ്രെഡായി പോകാൻ പാടില്ല, അല്ലെ? കറക്റ്റ് പോയി പോയിന്റ് ചെയ്ത്, റെഡിന്റെ പ്രത്യേകത അതാണ്, മാക്സിമം പോയിന്റ് ചെയ്ത് തിരിച്ച് അതേ പോയിന്റിൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ വരണം. അതുകൊണ്ടാണ് റെഡും ഇൻഫ്രാറെഡും യൂസ് ചെയ്തത്. ഓക്കെ, യെല്ലോയും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്ത് പോകും. Okay, so we are using LEDs, red LEDs and infrared LEDs. They are small and red, have a long service life and can be simply modulated. Okay, photodiodes or phototransistors are used as a receiver. Okay, receiver ആയിട്ട്, അതായത് ട്രാൻസ്മിറ്റർ ആയിട്ട് LED യൂസ് ചെയ്യുന്നു, റിസീവർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോട്ടോഡയോഡ് ഓർ ഫോട്ടോട്രാൻസിസ്റ്റർ ആണ്. Okay, red light has the advantage that light beam can be seen during the adjustment of optical axis of the proximity sensor switch. റെഡ് ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സെൻസർ ഉണ്ടാവുക. ഇവിടെയാണ് ഒന്ന് സെൻസറും റിസീവറും ഈ ഒരു പോയിന്റ് തന്നെയാണ് ഉണ്ടാവുക. ഇതിന്റെ 3 ടെർമിനൽ, വോൾട്ടേജ് കൊടുക്കാനും, വോൾട്ടേജ് പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈ, പിന്നെ ഒരു ഔട്ട്പുട്ട്, അങ്ങനെ 3 വയറും ആണ് ഇതിനും ഉണ്ടാവുക. Okay, clear ആയില്ലേ? അപ്പം so in the optical proximity sensor we have actually 2 components. One is LED preferably red color LED or IR LED, and then we have a detector. Detector is photodiode or phototransistor. അത്രയാണ് ബേസിക് ആയിട്ട് പറയേണ്ടത്. ഓക്കെ, this sensor will be having 3 terminal. Two are for supply, that is positive and negative, and one is for output. And based on the working, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതനുസരിച്ച് there are 3 types. One is one way light barrier, second one is reflective light barrier, and third one is diffuse reflective optical sensor. ഇങ്ങനെ 3 ടൈപ്പ് ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഇതിന്റെ വർക്കിങ്ങിനെ ബേസ് ചെയ്തിട്ട്, ഈ ഒപ്റ്റിക്കൽ സെൻസറിന്റെ വർക്കിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഇതിനെ 3 ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. First one is the one-way light barrier has partially separate transmitter and receiver unit. The parts are mounted on such a way that the transmitter beam is detected at the receiver. The output is switched if the beam is interrupted. So here we have a transmitter, അല്ലെങ്കിൽ നമ്മൾ LED എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യുക. LED ഈ സൈഡിൽ നമ്മൾ പ്ലേസ് ചെയ്യും, ആൻഡ് ഫോട്ടോ ഡയോഡ് ഈസ് പ്ലേസ്ഡ് ഹിയർ. സോ ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും LED ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഫോട്ടോ ഡയോഡിലേക്ക് പോയി പാസ് ചെയ്യുന്നുണ്ടാവും, അല്ലെ? അപ്പൊ ലൈറ്റ് എപ്പോഴും ഫോട്ടോ ഡയോഡ് ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. LED ലൈറ്റ് എപ്പോഴും എമിറ്റ് ചെയ്യുന്നു, എപ്പോഴും ഫോട്ടോ ഡയോഡ് എന്ത് ചെയ്യുന്നത്, ഈ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നൗ ഇതാണ് സെക്കൻഡ് കേസ്, അതായത് ഒബ്ജക്റ്റ് അവിടെ എത്തിയിട്ടില്ല, ഈ സെൻസറിന്റെ അടുത്ത് എത്തിയിട്ടില്ല. See the second diagram. So object is almost reached near to sensor അടുത്ത് എത്തി. So what happens, ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ലൈറ്റ് ഒബ്ജക്റ്റിൽ തട്ടി ബ്ലോക്ക് ചെയ്തിട്ടാണുള്ളത്, അത് ഒബ്ജക്റ്റ് പാസ് ചെയ്ത് റിസീവറിലേക്ക് എത്തുന്നില്ല. ഓക്കെ, സോ ട്രാൻസ്മിറ്റർ നിന്ന് പുറപ്പെടുന്ന ലൈറ്റ് ഒബ്ജക്റ്റിൽ തട്ടി ബ്ലോക്ക് ആയിട്ടാണുള്ളത്, അത് ഒബ്ജക്റ്റിന്റെ പുറത്തേക്ക് പോകുന്നില്ല. അപ്പം റിസീവറിൽ എന്ത് കിട്ടില്ല, സിഗ്നൽ കിട്ടില്ല, അല്ലെങ്കിൽ ലൈറ്റ് റേ കിട്ടില്ല. അപ്പോൾ ഫോട്ടോ ഡയോഡ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഡിറ്റക്ട് ചെയ്യില്ല. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഒരു LED ഉണ്ട്, ഒരു ഫോട്ടോ ഡയോഡ് ഉണ്ട്, അല്ലെ? അത് രണ്ടും ഇനീഷ്യലി ക്രോസ് ഉണ്ട്. പണ്ട് നിങ്ങൾ പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ ബഗ്ലർ അലാറം അതേപോലെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഡോറിന്റെ ഒരു സൈഡിൽ ഫോട്ടോ ഡയോഡ് വെക്കും, മറ്റേ സൈഡിൽ LED വെക്കും. ആരെങ്കിലും ഡോർ തുറന്നു കഴിയുമ്പോൾ, അതായത് ഇനീഷ്യലി ഈ സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് റേ ഇങ്ങനെ പോകുന്നുണ്ടാവും, അതുകൊണ്ട് അലാറം ഒന്നും ഉണ്ടാവില്ല. ആരെങ്കിലും ഡോർ തുറക്കുമ്പോൾ എന്താവും, ഈ ലൈറ്റിന്റെ ഫ്ലോക്ക് ഒരു റെസ്ട്രിക്ഷൻ സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ റിസീവറിലേക്ക് എന്ത് കിട്ടില്ല, ലൈറ്റ് കിട്ടില്ല. അങ്ങനെ ലൈറ്റ് കിട്ടുന്നില്ലെങ്കിൽ ഒരു അലാറം അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. The second one is reflective light barrier. That is the second one, reflective light barrier. So what we are using is, റിസീവറും ട്രാൻസ്മിറ്ററും ഇപ്പം ഒരേ സൈഡിലാണ്, അല്ലെ? നേരത്തെ കേസിൽ 2 സൈഡിലായിരുന്നു, അതിനായിട്ട് വയറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ മറ്റേ സൈഡിൽ എടുക്കണം, അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോൾ ഒരു സിംഗിൾ യൂണിറ്റ് ആണ്. ഈ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇതൊരു സിംഗിൾ യൂണിറ്റ് ആണ്. റിസീവറും ഇതാണ്, ഈ ഒരു ടെർമിനലാണ് റിസീവർ, ഇതാണ്
ട്രാൻസ്മിറ്റർ. അതും അങ്ങോട്ടും ഇങ്ങോട്ട് മാറാൻ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് റിസീവർ, ഏതെങ്കിലും ഒന്നാണ് ട്രാൻസ്മിറ്റർ. അപ്പം രണ്ടും ഒരു സൈഡിൽ തന്നെയാണ്, റിസീവറും ട്രാൻസ്മിറ്ററും. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനൊരു റിഫ്ലക്റ്റീവ് ബാരിയർ വേണം ഇവിടെ, ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ. ഓക്കെ, അപ്പം എന്താ സംഭവിക്കുമെന്ന് വെച്ചാൽ ഇനീഷ്യലി ട്രാൻസ്മിറ്റർ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും, റിഫ്ലക്റ്റീവ് ബാരിയറിൽ തട്ടി ലൈറ്റ് തിരിച്ച് റിസീവറിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴും ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, എപ്പോഴും ലൈറ്റ് റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് റിഫ്ലക്ടറാണ്. ഈ ഒരു റിഫ്ലക്ടറിലാണ് കറക്റ്റ് ഈ ആംഗിളിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം നമ്മളെ ഒബ്ജക്റ്റ്, സെക്കൻഡ് ഡയഗ്രാം നോക്കുക, നമ്മളെ ഒബ്ജക്റ്റ് സെൻസറിൻ്റെ അടുത്തെത്തി. അപ്പോൾ എന്ത് സംഭവിക്കും? ട്രാൻസ്മിറ്റർ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും, പക്ഷെ എന്ത് ചെയ്യുക, ആ ആംഗിളിൽ നേരത്തെ റിഫ്ലക്ടറിൽ തട്ടി തിരിച്ച് റിസീവറിൽ വന്ന ആംഗിളിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ആവില്ല. ഒന്നെങ്കിൽ ലൈറ്റ് റിഫ്ലക്റ്റേ ആവില്ല, റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലെങ്കിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ആവില്ല. റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെങ്കിൽ വേറൊരു ആംഗിളിലേക്കായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണത് ഡിറ്റക്ട് ചെയ്യുക. അതായത് റിസീവറിലേക്ക് എന്താ പറയുക, സിഗ്നൽ അല്ലെങ്കിൽ ലൈറ്റ് വരുന്നില്ലെങ്കിൽ അവിടെ ഔട്ട്പുട്ട് ഇല്ല. ഔട്ട്പുട്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ചേഞ്ച് ഉണ്ട്. അതായത് ഒബ്ജക്റ്റ് വരുന്നതിന് മുമ്പേ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു, ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് ഔട്ട്പുട്ട് ഇല്ല. അപ്പോൾ അതായത് ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്തു. അതാണ് അതിൻ്റെ മീനിങ്. സോ ഇൻ ദ ഡിഫ്യൂസ് റിഫ്ലക്റ്റീവ് ഒപ്റ്റിക്കൽ സെൻസർ, the transmitter and receiver are mounted together in one unit. Transmitter receiver ഒരു യൂണിറ്റിലാണ്. If light hit a reflective object, it is redirected to the receiver and causes the output of the sensor to switch. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞത് ഫോട്ടോ ഡയോഡിൻ്റെ കേസ്. ഇതിൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇത് 0 to 1 നേരത്തെ പറഞ്ഞ പോലെ PNP NPN ടൈപ്പ് ഉണ്ടാവും. ബിക്കോസ് ഓഫ് ദ ഫങ്ഷണൽ പ്രിൻസിപ്പിൾ, the diffuse reflective optical sensor can only be used if material or machine part to be detected is highly reflective. That is, example, polished material surface or bright paint. Okay, അത് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ചിലപ്പം ഇത് ഡിറ്റക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോറി, ഈ ഒരു ഓക്കെ തേർഡ് ടൈപ്പ് നമുക്ക് നോക്കാം. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത്, ഈ ജസ്റ്റ് റീഡ് ചെയ്ത സെന്റൻസ് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ഈ ഒരു റിഫ്ലക്റ്റീവ് ബാരിയറിന്റെ എക്സ്പ്ലനേഷൻ നോക്കുക. ഇൻ ദ റിഫ്ലക്റ്റീവ് ലൈറ്റ് ബാരിയർ, ദ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ആർ മൗണ്ടഡ് ടുഗദർ ഇൻ വൺ ഹൗസിംഗ്. ആക്ച്വലി ഇതാണ് ഇതിന്റെ സെന്റൻസ്. ഓക്കെ, ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ആർ മൗണ്ടഡ് ഓൺ വൺ ഹൗസിംഗ്. ഒറ്റ മെറ്റീരിയലാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. ദ റിഫ്ലക്ടർ ഈസ് മൗണ്ടഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ലൈറ്റ് ബീം ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ദ ട്രാൻസ്മിറ്റർ ഈസ് പ്രാക്ടിക്കലി കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ് ടു ദ റിസീവർ. അതായത് കംപ്ലീറ്റ് ആയിട്ട് റിസീവറിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. The output is switched if the beam is interrupted. ഔട്ട്പുട്ട് ബീം ഇന്ററപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് സ്വിച്ച് ചെയ്യും. സോ ഓക്കെ, ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റത്തെ പോയിന്റ് ആണ്. ലാസ്റ്റത്തെ ടൈപ്പ്. ഓക്കെ, ഏതായിരുന്നു ലാസ്റ്റത്തെ ടൈപ്പ്? ഡിഫ്യൂസ് റിഫ്ലക്റ്റീവ് ഒപ്റ്റിക്കൽ സെൻസർ. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ വരുന്നത്. സോ ഇൻ ഡിഫ്യൂസ് റിഫ്ലക്റ്റീവ് ഒപ്റ്റിക്കൽ സെൻസേഴ്സ് ദർ ഇസ് നോ റിഫ്ലക്ടർ. ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഒറ്റ യൂണിറ്റ് ആണ് ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ ഒറ്റ യൂണിറ്റ് ആണ് ബിൽഡ് ചെയ്തത്. പക്ഷെ ഇവിടെ എന്തില്ല? റിഫ്ലക്റ്റീവ് സർഫസ് ഇല്ല. ഇപ്പൊ ഇനീഷ്യലി അത് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്ററിൽ നിന്ന് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവും, റിസീവറിലേക്ക് റിസീവ് ചെയ്യുന്നില്ല. ബട്ട് ആ ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് ട്രാൻസ്മിറ്ററിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? റിസീവറിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു, അല്ലെ? ഒബ്ജക്റ്റിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് അവിടെ വന്നത്. ഈ ഒരു കേസിൽ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹൈലി റിഫ്ലക്റ്റീവ് ആയിരിക്കണം. ആ ഒരു സമയത്ത് മാത്രം ഈ ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യും, അല്ലെ? നേരത്തെ ഒബ്ജക്റ്റീവ് ഹൈലി റിഫ്ലക്റ്റീവ് ആയാലും നമുക്ക് ചിലപ്പോൾ എറർ സംഭവിക്കാം. ഒബ്ജക്റ്റീവ് റിഫ്ലക്റ്റീവ് ആവാൻ പാടില്ല. ഏത് ടൈപ്പില്? റിഫ്ലക്റ്റീവ് ലൈറ്റ് ബാരിയറിൽ. പക്ഷെ ഇപ്പം പറയുന്ന ടൈപ്പിൽ ഡിഫ്യൂസ് റിഫ്ലക്റ്റീവ് ഒപ്റ്റിക്കൽ സെൻസറിൽ ഈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായാലും ഹൈലി റിഫ്ലക്റ്റീവ് ആയിരിക്കണം. കാരണം എന്താ? ഇനീഷ്യലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ട്.
ഓക്കെ, പുറത്തേക്ക് പോകുന്നുണ്ട്. അത് എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ച് റിസീവറിലേക്കൊന്നും വരുന്നില്ല. എപ്പോഴാണ് നമ്മൾ ഒബ്ജക്റ്റ് ആ പോയിന്റിൽ വരുന്നത്, ആ ഒരു സമയത്ത് ആ സർഫസിൽ, ആ ഒബ്ജക്റ്റിന്റെ സർഫസിൽ തട്ടി അത് റിസീവറിലേക്ക് തിരിച്ച് വരും. ഓക്കെ, അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒന്നും കൂടെ പറയാം. ഒപ്റ്റിക്കൽ സെൻസറിൽ നമ്മൾ 3 മെത്തേഡാണ് പഠിച്ചത്. വൺ ഈസ് വൺ വേ ലൈറ്റ് ബാരിയർ. അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഒരു സൈഡിലെ സെൻസറും മറ്റേ സൈഡിലെ റിസീവറും. ഓക്കെ, ഇനീഷ്യലി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവും. റിസീവർ എന്ത് ചെയ്യും? ലൈറ്റ് റിസീവ് ചെയ്യുന്നു ഉണ്ടാവും. അപ്പോൾ ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഈ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല? റിസീവറിൽ ഡിറ്റക്ഷൻ ഇല്ല. അപ്പോൾ അവിടെ ഔട്ട്പുട്ടിൽ ചേഞ്ച് ഉണ്ടാവും. 0 to ഹൈ ആയിട്ട്, അല്ലെങ്കിൽ ഇനീഷ്യലി 0 വോൾട്ടേജ് ആണെങ്കിൽ അതൊരു ഹൈ വോൾട്ടേജ് ആയിട്ട് മാറും. റിഫ്ലക്റ്റീവ് ലൈറ്റ് ബാരിയറിന്റെ കേസിലും എന്താ കോൺസെപ്റ്റ്? ട്രാൻസ്മിറ്ററും റിസീവറും ഒരേ യൂണിറ്റിലാണ്. നേരത്തെ കേസിൽ ട്രാൻസ്മിറ്ററും റിസീവറും വേറെ വേറെ, ഒരു സൈഡിലും മറ്റേ സൈഡിലായിരുന്നു. ട്രാൻസ്മിറ്റർ ഒരു സൈഡിലും റിസീവറും മറ്റേ സൈഡിലായിരുന്നു. റിഫ്ലക്റ്റീവ് ലൈറ്റ് ബാരിയറിന്റെ കേസിൽ രണ്ടും ഒരു സൈഡ് തന്നെയാണ്. അപ്പൊ അതിന് നമുക്ക് പക്ഷേ എന്ത് വേണം? ഒരു റിഫ്ലക്റ്റീവ് സർഫസ്. വി നീഡ് എ റിഫ്ലക്റ്റീവ് സർഫസ്. വാട്ട് ദിസ് റിഫ്ലക്റ്റീവ് സർഫസ് വിൽ ഡു? ഇറ്റ് വിൽ റിഫ്ലക്ട് ദ ലൈറ്റ് റേ ബാക്ക് ടു റിസീവർ. റിസീവറിലേക്ക് തിരിച്ച് സർഫസ് ലൈറ്റിനെ ഫ്ലോ ചെയ്യും. ഇഫ് സമ്മൺ കീപ്സ് ആൻ ഒബ്ജക്റ്റ് ഹിയർ, എന്ത് ചെയ്യുന്നു? ഈ ട്രാൻസ്മിറ്റർ എന്നുള്ള ലൈറ്റ് ഇവിടെ തട്ടി ബ്ലോക്കായി വേറെ എവിടെയോ റിഫ്ലക്ട് ചെയ്ത് പോകും. ചില കേസിൽ മെറ്റീരിയലിനനുസരിച്ച് ചിലപ്പം അറിയാതെ റിസീവറിലേക്ക് റിഫ്ലക്ട് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അത് നമ്മൾ മനസ്സിൽ വേണം. ആൻഡ് ദെൻ the third one is, again, the transmitter and receiver is on same unit, that is RX and TX. Transmitter and receiver are on same unit, but there is no reflecting surface. Reflecting surface avade illa. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ആൻഡ് ഇഫ് മെറ്റീരിയൽ കംസ് നിയർ ടു ദിസ് സെൻസർ, എന്ത് ചെയ്യും? അത് ഹൈലി റിഫ്ലക്റ്റിംഗ് മെറ്റീരിയൽ ആണ്. അതെന്ത് ചെയ്യും? ഈ ലൈറ്റിനെ റിസീവറിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പം വൺ വേ ലൈറ്റ് ബാരിയറിൽ എങ്ങനത്തെ മെറ്റീരിയൽ ആയാലും കുഴപ്പമില്ല. എന്താ പറയാ, റിഫ്ലക്റ്റീവ് മെറ്റീരിയൽ ആയാലും നോൺ റിഫ്ലക്റ്റീവ് മെറ്റീരിയൽ ആയാലും കുഴപ്പമില്ല, അത് ഡിറ്റക്ട് ചെയ്യും. അതിന്റെ ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് സെൻസറും റിസീവറും 2 യൂണിറ്റ് ആണെന്നുള്ള ഡിസഡ്വാൻറ്റേജേ ഉള്ളൂ. റിഫ്ലക്റ്റീവ് ലൈറ്റ് ബാരിയറിൽ ബുദ്ധിമുട്ട് എന്താ? രണ്ടും ഒരു യൂണിറ്റ് ആണ്. പക്ഷേ അവിടെ റിഫ്ലക്റ്റീവ് മെറ്റീരിയൽ ഉണ്ടായ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു? റിസീവർ ഡിറ്റക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഡിഫ്യൂസ് റിഫ്ലക്റ്റീവ് ഒപ്റ്റിക്കൽ സെൻസറിൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ദ മെറ്റീരിയൽ ഷുഡ് ബി റിഫ്ലക്റ്റീവ്, അതായത് സ്മൂത്ത് ഫിനിഷുള്ള റിഫ്ലക്റ്റീവ് മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഏത് മെറ്റീരിയലിനാണോ ഡിറ്റക്ട് ചെയ്യേണ്ടത് ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്മൂത്ത് ഫിനിഷിംഗ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇത് യൂസ് ചെയ്യും. അപ്പം ഇത്രയാണ് നമ്മുടെ 5th മോഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ആരും ഞെട്ടേണ്ട, 5th മോഡ്യൂൾ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ലാസ്റ്റ് എടുത്ത പ്രോക്സിമിറ്റി സെൻസറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ പറയാണ്, ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറും കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറും നമ്മൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ, ഇഫ് യു പ്ലാൻ ടു പർച്ചേസ് ദിസ് വൺ, ദ കോസ്റ്റ് ഓഫ് ദിസ് വിൽ ബി അറൌണ്ട് 500-600. ഓക്കെ, ഓപ്റ്റോ ആണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. കാരണം അവിടെ ഒരു LED-യും ഡിറ്റക്റ്റിംഗ് യൂണിറ്റും മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയ സർക്യൂട്ടുകൾ അതെല്ലാം 200 ആ റേഞ്ചിൽ വാങ്ങാൻ കിട്ടും. പക്ഷേ ഏതാണ് കൂടുതൽ ആക്യുറേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ പർപ്പസ് ആണ്. ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ മെറ്റൽ മാത്രം ഡിറ്റക്ട് ചെയ്യും, കപ്പാസിറ്റീവ് നോൺ മെറ്റൽ അല്ലെങ്കിൽ കപ്പാസിറ്റീവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് മെറ്റീരിയലും നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. ഓപ്റ്റോ ആണെങ്കിലും നമുക്ക് ഏത് മെറ്റീരിയലും ഡിറ്റക്ട് ചെയ്യാം. പക്ഷെ അവിടെയുള്ളത് ഈ ലൈറ്റ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സാധനമാണ്. ആ ലൈറ്റ് ചിലപ്പം കൂടുതൽ ബ്രൈറ്റ്നെസ് ഉള്ള ലൈറ്റ് നമ്മളെ ആ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണ്. ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് തരാനുള്ള പോസിബിലിറ്റി കുറവാണ്. അപ്പം എപ്പോഴും ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡിറ്റക്റ്റിംഗ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറിന്റെ റേഞ്ച് വളരെ കുറവായിരിക്കും. കാരണം ഈ മാഗ്നറ്റിക് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഈ ഒബ്ജക്റ്റിലേക്ക് ഫ്ലോ ചെയ്യണം. അതിന്
somewhat ക്ലോസ് ആയിട്ട് 2 mm 3 mm 4 mm ആ റേഞ്ചിൽ വന്നാൽ മാത്രമേ നടക്കൂ. പക്ഷേ ലൈറ്റിന്റെ കേസിൽ കുറച്ചുകൂടെ നമുക്ക് കിട്ടും. ആ ഡിഫ്ലക്ഷൻ ആംഗിൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ റേഞ്ച് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇപ്പോഴാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. അതായത് നമ്മൾ ഇത്രയാണ് നമ്മുടെ 5th മോഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റഡ് ആയി പറഞ്ഞ് ബോറടിപ്പിക്കലല്ല, ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്താൽ ആദ്യം ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് പഠിച്ചു, ട്രാൻസ്ഡ്യൂസറിന്റെ 2 പാർട്ട് എന്താണെന്ന് പഠിച്ചു, ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പഠിച്ചു അല്ലെ. ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഇലക്ട്രിക് വൺ എനർജീനെ വേറൊരു എനർജി ആക്കി കൺവേർട്ട് ചെയ്യുക. സെൻസിങ് യൂണിറ്റ് ഉണ്ട്, ട്രാൻസാക്ഷൻ യൂണിറ്റ് ഉണ്ട്. അതിന്റെ കുറെ അഡ്വാൻറ്റേജ് പഠിച്ചു. സോ ദെൻ വി ഹാവ് ക്ലാസിഫൈഡ് ദിസ് ഇൻ ടു ഡിഫറെന്റ് യൂണിറ്റ്. ദെൻ എന്തൊക്കെ ഫാക്ടറാണ് ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ വേണ്ടതെന്നുള്ളതും നമ്മൾ പഠിച്ചു. ഓക്കെ, എന്തൊക്കെ യൂണിറ്റ് ആണ് ഇത് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടതെന്നും പഠിച്ചു. ദെൻ നമ്മൾ ട്രാൻസ്ഡ്യൂസറിന്റെ ടൈപ്പ് പഠിച്ചു, റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, അതിന്റെ വർക്കിംഗ്, പിന്നെ സ്ട്രെയിൻ ഗേജ് എന്താണെന്നും ബൗണ്ടഡ് എന്താണെന്നും അൺബൗണ്ടഡ് എന്താണെന്ന് പഠിച്ചു. ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് പഠിച്ചു. അതിൽ LVDT എന്നുള്ളതിന്റെ തിയറിയും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു. അതേപോലെ തന്നെ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ പഠിച്ചു. കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസറിന്റെ വർക്കിംഗ് C6 ε/A/D എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇൻ ടുഡേയ്സ് ക്ലാസ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് അത് നമുക്ക് ഒന്നും കൂടെ നോക്കിയിട്ട് ഈ മോഡ്യൂൾ അവസാനിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഹോൾ എഫക്ട് സെൻസർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഹോൾ എഫക്ട് സെൻസർ എന്ന് പറയുന്നത് എന്തിനായിരുന്നു?